നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ട റൈസ് വെച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുട്ടുപൊടി വെച്ചിട്ടുള്ളൊരു പുട്ടാണ്. ഈ പുട്ട് വളരെ സോഫ്റ്റാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയാൽ അടുത്ത ദിവസം വരെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു പുട്ടാണ്. ഈ ഒരു പുട്ടുപൊടിയുടെ പ്രത്യേകത എന്നുള്ളത് ഇത് വറുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കിയാലോ. മട്ട റൈസ് വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അതിനായി 2 കപ്പ് മട്ട റൈസ് എടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് മട്ട റൈസ് എടുക്കുക. അപ്പോൾ ഈ ഒരു അളവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള പുട്ടുപൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പച്ചരി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതിനെക്കാട്ടിലും മട്ട റൈസ്, അതായത് തവിടുള്ള അരി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രത്യേക ഒരു മണവും രുചിയാട്ടോ ഈ ഒരു പുട്ടിന്. ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം, അതായത് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇത് കുറഞ്ഞതൊരു 6 മുതൽ 7 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇതിപ്പോൾ തലേദിവസം രാത്രിയാണ് ഞാനിങ്ങനെ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ അരി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും അരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, അരി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ഊറ്റി മാറ്റാം. അരി കുതിർത്ത വെള്ളമൊന്ന് മാറ്റുന്നുണ്ട്. ഇതുപോലത്തെ ഒരു അരിപ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അതായത് ഒരു 10 മുതൽ മാക്സിമം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. കാരണം ഇത് ഒത്തിരി ഡ്രൈ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, കുറച്ച് ഈർപ്പം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ കറക്റ്റ് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അരി ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് വലിയ ജാറാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. പകുതി അരി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കാനെടുത്ത സമയം എന്നുള്ളത് 1 മിനിറ്റാണ്. ഞാനൊന്ന് പുട്ടുപൊടിയൊന്ന് എടുത്ത് കാണിച്ചു തരാം. നോക്കുന്നുണ്ടോ, പുട്ട് നനയ്ക്കുന്ന ഒരു പാകത്തിനാണ് പൊടിച്ചെടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം വാരാൻ വെക്കുമ്പോൾ ഒത്തിരി നേരം വെക്കരുത്. മാക്സിമം ഒരു 10 മുതൽ 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ പുട്ടുപൊടി കുറച്ച് ഡ്രൈ ആയിപ്പോവും. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ അടുത്ത ബാച്ച് ഞാൻ ഇത് കണക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, എന്ത് എളുപ്പത്തിലാണല്ലേ ഈ പുട്ടുപൊടി തയ്യാറാക്കിയത്. ഇത് മിക്കവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. സാധാരണ പുട്ടുണ്ടാക്കുന്ന മാതിരി പുട്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. വീട്ടിൽ തന്നെ നമുക്ക് ശുദ്ധമായ പുട്ടുപൊടി തയ്യാറാക്കാം. പിന്നെ ഈ ഒരു പുട്ടുപൊടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വറുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പുട്ടുപൊടി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒന്നെങ്കിലും നമുക്ക് പൊടിക്കുന്ന സമയത്ത് മിക്സിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന പുട്ടുപൊടിനെക്കാട്ടിലും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും കേട്ടോ ഈ ഒരു പുട്ട്. അപ്പോൾ ഇത് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ചിലപ്പോൾ പുട്ടിന് മാവ് നനയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരണം എന്നില്ല, ചിലപ്പോൾ കട്ടയൊക്കെ കെട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പുട്ടുപൊടി നല്ല തരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡിയായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വേഗം ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി പാകത്തിന് നനച്ചു എന്നുള്ളതാണ്. അങ്ങനെ പുട്ടുപൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. എപ്പോഴും പുട്ടുകുറ്റിയിൽ മാവ് നിറയ്ക്കുന്നതിന് മുന്നേ ഇതുപോലൊരു പ്ലേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് വൃത്തികേടാവില്ല. ക്ലീൻ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ചില്ലിട്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ സാധാരണ പുട്ട് തയ്യാറാക്കുന്നത് അതുമാതിരി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നാളികേരം, അപ്പോൾ പുട്ടിന് എപ്പോഴും കുറച്ചധികം നാളികേരം ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അങ്ങനെ പുട്ടുകുറ്റിയിൽ മാവ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ആദ്യത്തെ പുട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് പുട്ടാണ്. പൊടിയൊന്നും വറുക്കേണ്ട ഒരു ആവശ്യമില്ല. പുട്ടിൻ്റെ കളറുണ്ടോ, മട്ട റൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു കളർ. അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മട്ട റൈസ് കൊണ്ടുള്ള പുട്ടും കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണ്. പൊടിച്ച പുട്ടുപൊടി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസം കേടാവാതിരിക്കും. ഇനിയും പുട്ടുപൊടി ആരും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പുട്ടുപൊടി വറുക്കേണ്ട, നനയ്ക്കേണ്ട, സ്വാദേറിയ പുട്ടുപൊടി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് പുട്ടെടുത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, നല്ല സോഫ്റ്റ് പുട്ടാണ്. ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് മട്ട റൈസ് കൊണ്ടുള്ള പുട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും. അതുപോലെ തന്നെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പുട്ടും കടലക്കറിയും ബെസ്റ്റ് കോമ്പിനേഷനാണ് അല്ലേ. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പുട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.